സ്ട്രീമിലൊക്കെ അടിച്ചു പോയല്ലേ? അതെങ്ങനെയാണ് അടിച്ചു പോയത്? എടാ ഞാൻ താഴേക്ക് നിന്റെ ഞാൻ താഴെയൊന്നും പോയിട്ടില്ല. ഞാൻ ലൈവ് നോർമലി ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ആയത്. നോ സൗണ്ടാ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഹലോ ചെക്ക് 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 ചെക്ക്. എടാ സെറ്റായ സൗണ്ട് എല്ലാം ഓക്കെയാ? സൗണ്ട് ഓക്കെയാ? ചാറ്റ് ഒന്ന് നോക്കി പറഞ്ഞേ. സൗണ്ട് ഓക്കെ നോക്കിയേ. തൽക്കാലം ഈ ക്യാമറയിൽ നമുക്ക് സ്ട്രീം ചെയ്യാം. മറ്റേ ക്യാമറ വിടട്ടെ. RIP ട്രോൾ എന്താ വെറുതെ എടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ ചെക്കനാടെ ചെക്കൻ പുറത്ത് കയറ്റിങ്ങ അവിടെ. ഓക്കെ സോറി ടെക്നിക്കൽ ഇഷ്യൂസ്. ഓക്കെ പുതിയ പട്ടാഭിഷേകം നടക്കാൻ പോയത് ഗ്യാങ്ങിലേക്ക്. നമ്മളിപ്പോ നമ്മളെ ഗ്യാങ്ങിൽ കറന്റ്ലി മാടാക്കുണ്ടെ എന്തിനാ ഗ്യാങ്ങിൽ എടുത്തത് ഞാൻ അറിയാം. തമാശ കളിക്കല്ലേ? ഓക്കെ ഇപ്പൊ നമ്മളെ ഗ്യാങ്ങിൽ 3 ആൾക്കാരേ ഉള്ളൂ. നമ്മള് 4ാമത്തെ ആളെ ഗ്യാങ്ങിലേക്ക് എടുക്കാൻ പോയത് മുത്തൻ. ജിൻഡോ ഉണ്ട്. ജിൻഡോ പക്ഷെ ഗസ്റ്റ് പോലെ അത് വരും. ജിൻഡോ ഇടക്കിടക്ക് വരും. അതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം ജിൻഡോ വന്ന പിറ്റേ ദിവസം ജിൻഡോ വന്ന ഇല്ല. ഞാൻ വെച്ച് എപ്പോ ഉണ്ടാവും. അതിന് ശേഷം ആളെ കണ്ടില്ല. ഓക്കെ അപ്പൊ ഒഫീഷ്യൽ ഗ്യാങ് മെമ്പേഴ്സ് ജിൻഡോ ഉണ്ട്. ജിൻഡോ നമുക്ക് ഒരു ഗസ്റ്റ് മെമ്പർ ആയിട്ട് കൂട്ടാം. ഓക്കെ ഗ്യാങ്ങില് ബ്ലൈൻഡ് ആണോ കണ്ണ? അവിടെ കാര്യം ബ്ലൈൻഡ് ആയ പോലെ നിൽക്കുന്നു ചങ്ങായി. ഓക്കെ പുതിയ മെമ്പറാ. പുതിയ മെമ്പർ സംഭവം ഷെഫാണ്. ആള് ഷെഫാണ്. നമ്മളെ കുക്കായിരിക്കും. പക്ഷെ സ്റ്റിൽ നമ്മളെ ഗ്യാങ്ങിൽ ഉണ്ട് ആള്. ബാംഗ്ലൂർ ജ്യൂസ് കടയില്ല രംഗട്ടനാ പുതിയ രംഗട്ട. ശരിക്കും ബാംഗ്ലൂർ നിക്ക് അച്ഛാ എന്തിന് ഇതെല്ലാം വന്ന് പറഞ്ഞു. ഓൻ വന്നിട്ട് ഓന്റെ കഥ ഓൻ പറയാം. ഞാൻ പറഞ്ഞ കേക്ക് നീ കുക്കാണെന്ന് പറഞ്ഞ ഒരു കുക്കും ഒരു മാക്കും പിന്നെ ഒരു പൊട്ടൻ തൊപ്പി പിന്നെ ഒരു തൊട്ടി അച്ചായനും ഒരു തൊട്ടി അച്ചായനും ഉണ്ട് ഇടാം. ഒരു കാര്യമില്ലാത്തൊരു പൊട്ട. നമ്മളെന്ന് അങ്ങനെ പറഞ്ഞ് ഗ്യാങ് ലീഡർ നീ വായിലെടുപ്പ് ബംഗാളി. അവിടെ ബംഗാളിനൊന്നല്ല. ശരിക്കും കണ്ടാൽ അവനൊരു ബംഗാളിയെ പോലെ തന്നെ ഇരിക്കുമെങ്കിലും അവനൊരു മലയാളിയാണ്. എന്താ ഇൻട്രോ എടുക്കാം? മ്യൂസിക് എന്താ എടുക്കാം? മ്യൂസിക് മറ്റേ ചെക്കൻ നമ്മളെ ഗ്യാങ്ങിലെ ന്യൂ മെമ്പർ എൻട്രി ആണ് മുത്തേ. ശരിയായ മ്യൂസിക് തന്നെ കൊടുക്കണം ചെക്കൻ. ഓക്കെ ചാറ്റ് ചെക്കൻ എന്താ ചെക്കന്റെ ബാക്ക്. എടാ നിനക്കെന്താ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? എടാ കേക്കുന്നുണ്ട്? ഹലോ കേക്കുന്നത്? പൊട്ടനാണ് നോക്കട്ടെ നിന്റെ മുഖം നോക്കട്ടെ കാണട്ടെ. ഇത് നമുക്ക് ഏതെങ്കിലും മതി. ഇതില് രംഗൻ ബീജം. ചക്കേത് ലുക്കടാ. അച്ഛാ തമിഴ്നാളിയല്ല കാര്യമായിട്ട് പറയുമ്പോ അനക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാര്യം പറയാം. അനക്കാളെ ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് എല്ലാരും ഡബ്ല്യൂ നോക്കാം. എടാ മുത്ത ഇനി മുതല് ചെക്കൻ ഗ്യാങ്ങിലുണ്ടാവും. ഇവിടെ നമുക്ക് എന്തായാലും ഒരു കുക്കിനെ വേണം. അപ്പൊ എന്തായാലും നമ്മള് കുക്കിനെ ഹയർ ചെയ്യുന്നത്. അപ്പൊ അയാളെ ഗ്യാങ്ങിലും കൂടി കയറ്റിയാൽ സെറ്റ് ആയിരിക്കും. എപ്പൊ നമ്മളൊന്നിച്ച് എപ്പോ ഉണ്ടാവൂലേ? നിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 മാസം നിന്നെ ട്രയൽ നോക്കാം. അത് വെച്ചാൽ ചാറ്റ് പറയണം. എല്ലാ ദിവസവും ഇവൻ ഉണ്ടാവും. 1 മാസം നമുക്ക് ട്രയൽ നോക്കാം. എന്നിട്ട് ചാറ്റ് പറയുന്ന പോലെ നമുക്ക് ബാക്കി ചെയ്യാം. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. മമ്മു എസ്തറ്റിക് ഫാഷൻ തൊപ്പി അവന്റെ പഠിക്ക്. എടാ മുത്തേ നമ്മളെ ഫാഷൻ തുടങ്ങിയ മുത്തേ നീ ഒന്നും ഇവിടെ ഇരിക്കൂല. കേട്ടില്ല? നമ്മ ഫാഷൻ തുടങ്ങിയാല് കുക്കറല്ലടാ ഷെഫ്. കുക്കർ എന്ന് പറയാൻ പറ്റില്ല. കുക്കർ എന്നല്ല. ആള് ഷെഫാണ്. ആള് ശരിയായ ഷെഫാണ്. ഓക്കെ അവിടെ നീ ശരിക്കും ബാംഗ്ലൂരിൽ ജ്യൂസ് അടിക്കാൻ തന്നെ. അപ്പൊ ശരിക്കും ഒരു രംഗൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആള് ചിലപ്പോ
എനക്ക് തോന്നുന്നു രംഗൻ ഒരു സ്ഥലത്ത് രംഗൻ ഒരു അല്ല രംഗൻ ജ്യൂസ് അടിക്കുന്നതിന്റെ അടുത്ത് ഒരു റൗഡീന്റെ അടുത്ത് ഒരു ഗുണ്ടന്റെ അടുത്ത് പോയി കേറിയില്ലേ, ജോയിൻ ചെയ്തില്ലേ, എന്നിട്ട് പിന്നേലെ രംഗൻ ഇറങ്ങിയത് സ്വതന്ത്രമായത്. അതേ എന്നെ കുത്തി കൊന്നിട്ടല്ലോ, അങ്ങനെ ആവണമെന്നില്ല, രംഗൻ ആവണമെന്നില്ല. പക്ഷെ നീ അങ്ങനെ ഒരു ഗ്യാങ്ങിലൊക്കെ വന്നത് നീ ചിന്തിക്കണം. കൊച്ചിയിൽ നമ്മള് പവർഫുൾ ആണ്. ഞാൻ കാര്യം പറയുന്നത്, ഈ കൊച്ചിയിൽ നമ്മള് വിചാരിച്ചാൽ എന്തും നടക്കും അല്ലേച്ചാ, പറഞ്ഞു കൊടുക്കും. നമ്മൾ വിചാരിച്ചാൽ നാട്ടുകാരൊക്കെ ഇറങ്ങി നടക്കും. ബസ് ഓടിക്കും. അച്ചായ മാസം പറഞ്ഞു കൊടുക്ക, അച്ചായ ഇത് എന്താ നിങ്ങൾ കളിക്കുന്നത്? അണ്ണമ്മയും പണ്ടേ വേണ്ട, അമ്പാൻ തീർത്ത് ഇതുവരെ അമ്പാൻ വിട്ടില്ല ചങ്ങായി. അണ്ണ സൂപ്പറാണ്. പോക്സോ കേസ് എടാ സ്കൂളിൽ പോടാ പുണ്യേന്നാ. വന്ന് 18 ആയിട്ടില്ല അവന്. 2006 എനിക്ക് എത്രടാ വയസ്സ് നോക്കട്ടെ. മുഖം ആധാറുണ്ടോ നോക്കട്ടെ. എന്തിനോ വേണ്ടി ബാലവേലൊക്കെ കൊണ്ടുപോവാനോ, ബാലവേലൊക്കെ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോവോ? അച്ചായെന്ന് പറഞ്ഞിട്ട് എന്താ ഇട്ടേക്കണേ അവിടെ? അച്ചായൻ കുണ്ണൻ നെഗറ്റീവ്. ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല. പറ്റിക്കാൻ നോക്കണ്ട, നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിച്ചത്. ഡേറ്റ് ഓഫ് കാർന്ന് ബാഗ് എടുത്തിട്ടോ. ആ അടിയില്ല, പോക്സോ ആണെങ്കിൽ ഇല്ലോ. ഫഹീം ഷാ ഡൊനേറ്റഡ് 40 രൂപ. അല്ല 18 വേണ്ടതാ. ഓക്കെ ആമേച്ച് എന്തായാലും നീ എടുത്തു. ഓക്കെ എടാ അതിന്റെ ആവശ്യമില്ല ബ്രോ. ബാലവേല 14 വയസ്സ്. അച്ചായൻ അവർ പാവം. അച്ചായൻ പാവാന്ന് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ബാലവേല അണ്ടർ 14 ഇയേഴ്സ്. 14 ഇയേഴ്സ്. ഓ ഓക്കെ, ബാലവേല അണ്ടർ 14 ഇയേഴ്സാ? 18 അല്ലേ? 17 വരെ ബാലവേല. 17 ഇവൻ ചെയ്യുന്ന വേലകളൊക്കെ ബാലവേല ആകില്ല. ഇവൻ നല്ല രീതിയിലുള്ള വേലകളൊക്കെ ചെയ്യുന്ന തോന്നുന്നു. ലുക്കസ്യ സൂപ്പറസ്യ. കാണാൻ എങ്ങനെയുണ്ടെന്ന് പറയാനുള്ള തോടലുണ്ട്. പിന്നെ ഇവരങ്ങനെ പലതും പറയും. ഇതെല്ലാം തമാശ ആക്കുന്നത്. നീ ഇതൊന്നും കാര്യമാക്കാൻ പറ്റും. ഓക്കെ ഇവരിങ്ങനെ പലതും പറയും. ഇടാന്ന് പറഞ്ഞ മുത്തേ ഈ കൊച്ചി നമുക്ക് വറപ്പിക്കും. മനസ്സിലാ? കൊച്ചി വറപ്പിക്കും. നീ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ വരുന്നത്? എറണാകുളത്ത് താമസിച്ചിട്ടുണ്ടോ? ഷൂട്ടിങ്ങിന് വരലുണ്ടൂല. എടാ എല്ലാരും ആരും ചിരിക്കാൻ പറ്റില്ല. ചെക്ക ഷൂട്ടിങ്ങിന് വരലുണ്ട്. ചെക്ക ഷൂട്ടിങ്ങിന് വേണ്ടി എറണാകുളത്ത് വരലുണ്ട്. അപ്പൊ ആരും അധികം കളിക്കണ്ട. കാര്യം പറയാം. സിനിമയാ? നീ ശരിക്കും സിനിമ അഭിനയിച്ചോ? സിനിമ കേറിയ സിനിമയില് ഞാനൊരു സിനിമ നോക്കിയാണ്. എനക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു നായക വേഷം. പോയാ പോയിട്ടില്ലേ? ജംഷീർ മുഹമ്മദ് ഡൊനേറ്റഡ് 45 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായ ഒന്ന് അടങ്ങിയിരിക്ക, തുള്ളി കളിക്കാതെ കുണ്ണേ. ഗേൾ ഷെഫിനെ എടുക്കുന്നത്. ആ വേണ്ട, ഗേൾ ഷെഫ് വേണ്ട. ഗേൾ ഷെഫ് കളവന് 78ാമത്തെ വയസ്സിൽ മോഹങ്ങൾ ഒതുക്കുന്നത്. കട്ടൻ ചായ ഒന്ന് ചൂടാക്കി തരാൻ ഒരു കൊച്ചു പെണ്ണ് വേണമെന്ന് പറഞ്ഞത് വലിയ കുറ്റമാണ്. കൊച്ചു പെണ്ണിന്റെ വേണം നിങ്ങൾക്ക്? ഒരു തള്ളേനെ നിർത്തി അങ്ങനെ. ആ ഓക്കെ, ഒരു ഇതുണ്ട് ഇവിടെ അടുത്തൊരു രമണി അമ്മ എന്ന് പറഞ്ഞല്ലേ ഒരു പെണ്ണുങ്ങളുണ്ട്. ഒരു 10-60 അങ്ങനെ എന്തോ വയസ്സുണ്ട്. വിളിക്കട്ടെ. കട്ടൻ ചായ ചൂടാക്കാൻ അവര് മതിയാകും. പക്ഷെ ഞാൻ പറഞ്ഞത് ഒന്ന് ചൂടാക്കാൻ, കട്ടൻ ചായ ചൂടാക്കാൻ ചൂടാക്കണം പോലും ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്ത്. നിന്നെ സ്റ്റിൽ നിന്നെ സെലക്ട് ചെയ്തില്ല, ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ വാ അച്ഛാ. ഇന്റർവ്യൂ എങ്ങനെയാ? നീ പല പ്രാവശ്യം എന്നെ വിളിച്ചു, ശൈല്യപ്പെടുത്തി. ഫ്രണ്ടിലോട്ട് ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തു. നീ കമന്റിൽ വന്നിട്ട് എന്നെ തെറി വിളിച്ചു. കുറെ കാര്യം എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്തിട്ട് പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് വന്നേ? അങ്ങനെ എന്തൊക്കെ ഉണ്ടായോ? അങ്ങനെ കമന്റിൽ എന്ത് കിട്ടുക പറ.
എന്തോ ഇട്ട് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഞാൻ നിന്നെ ബ്ലോക്ക് ആക്കാൻ വേണ്ടിട്ട് അച്ചായന്റെ കമന്റിൽ ഞാൻ നല്ല ഇടുന്നു. പക്ഷെ അന്ന് ബോബി ചെമ്മന്നൂരിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിലൊന്നും ഇട്ടാ എനിക്ക് ഓർമ്മയില്ല. പലതും ഓർമ്മയില്ലാണ്ടാവുന്നുണ്ടല്ലോ ഇപ്പൊ, നീ വന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഓർമ്മയില്ലാന്നല്ലോ പറയുന്നത്. നീ എന്താണ് അച്ഛനെ കമന്റ് ഇട്ടേ? എന്താ കമന്റ് ഇട്ട? അച്ഛനെ ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ കമന്റ് ഇട്ട അച്ഛനെ ഓർമ്മ ഉണ്ടാവും. നമ്മളെ ഗ്യാങ്ങിന്റെ പേരെന്താന്ന് അറിയോ എനിക്ക്? അച്ചായ. എടാ നമ്മളിവിടെ കൊച്ചി ഉറപ്പിക്കുന്ന ടീമാണ്, മനസ്സിലാ? നീ കുറച്ച് റെസ്പെക്റ്റിലെല്ലാം നിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു? റെയിൽവേ സ്റ്റേഷൻ യാത്രയെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? യാത്രയെല്ലാം സുഖമായിട്ടിരിക്കുന്നു, നല്ലൊരു പടമൊക്കെ കണ്ടിട്ടാ വന്നത്. ഏതാ പടം കണ്ട? ഉണ്ണിമുന്തൻ അസോസിയേഷൻ. ഓക്കെ, നിന്റെ കഴിവുകൾ പറ, നോക്കട്ടെ, കേക്കട്ടെ. കഴിവുകൾ പറ. കഴിവ് എനിക്ക് കുറെ കഴിവുണ്ട്. എന്തെല്ലാം കഴിവുകൾ പറ? അഭിനയം. സിംഗർ, പാട്ട് പാടും. എന്നാ പാട്ട് പാടും, നോക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള ഇപ്പൊ സ്പോട്ടിൽ അങ്ങനെ പാടണം, ചിന്തിക്കാൻ പറ്റാ. പെട്ടെന്ന് ഇങ്ങനെ പാടാൻ പാടാടാ, അടിച്ച് പാടാനല്ല പറഞ്ഞ, അടിച്ച് പാടാ, നീ പാടാ. ആഷ്ലൻ രാജൻ ഡൊനേറ്റഡ് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി ബ്രോ ഗാങ്ങിൽ ഡ്രൈവറിന്റെ ആവശ്യമുണ്ടെങ്കിൽ പറയണമാക്കിനു ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു. ഡ്രൈവറിനെയും കൂടെ എത്ര ആൾക്കാര് എല്ലാരും മാക്കിന് മെസ്സേജ് അയക്കുക. മാക്കാണ് സെലക്ട് ചെയ്യുന്നത്. മാക്കിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. മാക്കിന് ഒരിക്കലും ഉറങ്ങാൻ അനുവദിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് മാക്കിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. എന്ത് ആവശ്യമുണ്ടെങ്കിലും അവന് വേണം മെസ്സേജ് അയക്കാനായിട്ട്. എന്നെ വിളിക്കരുത്, ഇവനെ വിളിക്കരുത്. ആ നേരെ മാക്കിനെ വിളിച്ചോണം. ഞാൻ എന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ പ്രത്യേകിച്ച് മമ്മു വന്നോണ്ട്, കുക്ക് മമ്മു, നിന്നെന്താ വിളിക്കണേ? മമ്മു കുക്ക്, ഷെഫ് മമ്മു, മമ്മു ഷെഫ്, കുക്ക് മമ്മു, അതാണ് സാലറി കൂടി കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ല, സാലറി എല്ലാം കൂട്ടി കൊടുക്കാം. സാലറിന്റെ ഒന്നും സീനല്ല. നീ പെർഫോം ചെയ്യുകയാണെങ്കിൽ സാലറി അങ്ങനത്തെ സീനൊന്നും ഇടില്ല, മനസ്സിലാവും. നമ്മളിവിടെ കൊച്ചി ഉറപ്പിക്കുന്ന ടീം. ഒരു മാസത്തേക്ക് ട്രയൽ വന്നേക്കണെന്ന് പറഞ്ഞു. അപ്പൊ സാലറി ഉണ്ടോ? ട്രയലിന് ഒരു സാലറി ഉണ്ടല്ലോ. ട്രയല് വെറുതെ വന്ന് ട്രയലും ഉണ്ട്. ചെക്കന് ചെലവിന്റെ കാര്യങ്ങളും വേണ്ടടാ, ചെക്കന്റെ ഒരു ചെലവുണ്ടാവില്ല. അവൻ വന്നവിടെ സിഗരറ്റ് ഉണ്ടോന്നൊക്കെ എന്നോട് ചോദിച്ചു. ഫണ്ണി മൂടായിട്ട് സിഗരറ്റ് വലിക്കും. ഫണ്ണി മൂടായിട്ട് എന്തോന്ന് 40 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനെ കിക്ക് ചെയ്യാം. അച്ചായനെ കിക്ക് ചെയ്ത ആളെയാലോ ഞാൻ ആലോചിക്കുന്നുണ്ട്. എടാ ഞാൻ പറയട്ടെ, ചെക്കൻ ഷെഫ് മമ്മു വന്നോണ്ട് മാക്കിന്റെ ഒരു 90, മാക്കിന്റെ ഒരു പകുതി പണിയും കുറഞ്ഞല്ലേ. അടിച്ചു വാരല്, മാക്കിന്റെ അടിച്ചു വാരല്, കക്കൂസ് കഴുകല്, മുറി തുടക്കല്, ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ കുറയും. അത്രേ ഉള്ളൂ. അങ്ങനല്ല, എടാ കാര്യം പറയല്ല, ഫുഡ് ഉണ്ടാക്കാനല്ലേ ഇപ്പൊ ആളായി, മനസ്സിലായ? ഞാൻ കാര്യം പറയില്ല, മാക്കിന്റെ പകുതി പണിയും കുറഞ്ഞു. ഓക്കെ, മാക്കിന് പ്രൊട്ടക്ഷൻ മാത്രം നോക്കിയത്. മാക്കിന്റെ പകുതി പണി കഴിഞ്ഞു. അപ്പൊ മാക്കിനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ അനുവദിക്കുമോ നീ രാത്രികളിൽ? അല്ല, ഞാനിങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പുറത്തിങ്ങനെ പറഞ്ഞു കേട്ടു. മഴവില്ലാണെന്നോ ഇടയ്ക്കിടെ ചങ്ങായി പലതും പറയാൻ നോക്കണ്ട. ഇന്റർവ്യൂ എടുക്കാം, വിഷയം മാറ്റിങ്ങള്. നീ ഇവിടെ നിക്കണം, സൂക്ഷിച്ചു വേണം. കാര്യം നീ രണ്ട് കശ്മലന്മാരുടെ ഇടയ്ക്കാണ് നിക്കണം. ഞാൻ വീട്ടിൽ പോകും. ഇന്റർവ്യൂ ആണല്ലോ. നീ ചോറുണ്ടാക്കാൻ അറിയാവോടാ? അറിയാവോ? ചോറ് വെന്തോന്ന് എങ്ങനെ നോക്കും? കൈയിട്ട് നോക്കോ? ചോറ് വെന്തോന്ന് അറിയാൻ വേണ്ടി കൈയിട്ട് ഇളക്കല്ലേ വേണ്ട, ഒരു ചോറെടുത്ത് നെക്കി നോക്കും. ആ, പിന്നെ കൈയിട്ട് നോക്കൂന്ന് പറഞ്ഞെന്താ? അപ്പൊ പിന്നെ ചായ ഒക്കെ അറിയാവോ? ചായ കുടിച്ചാലുണ്ടല്ലോ. പിന്നെ ഒരിക്കലും ചായ കുടിക്കണ്ട. അങ്ങനല്ല, നല്ല ഏലക്കായിലിട്ട് ചായ. ഏലക്കായ്ക്ക് കിലോക്ക് എന്താ വില അറിയാമോ? അച്ചായ നാളെ എന്റെ ചായ കുടിച്ചാലുണ്ടല്ലോ, നിങ്ങള് വീട്ടിൽ നിന്ന് ചായ കുടിക്കില്ല. ഇവിടെ വരാ
ഇവിടെ നേരെ അശ്വത്തിലെ ചായയിൽ എപ്പോഴാണ് തേയില ഇടേണ്ടത്? തേയിലല്ല എടാ, തേയില ചായ വെക്കോ നീ? ചായപ്പൊടി എന്റെ ഒരു ഉദ്ദേശം ഞാൻ പറയട്ടെ. ഞാൻ വെച്ച കണക്കിന് ഫസ്റ്റ് നല്ലൊരു ശുദ്ധമായ പാല്, വെള്ളം ചേർക്കാത്ത പാല് ചൂടാക്കും. തിളച്ച് വരുമ്പോൾ എങ്ങനെ മനസ്സിലാവും? പാല് പറയൂ. നമ്മൾ നോക്കും, അന്നേരം കാണും. എന്താ ചായ വെക്കാൻ അറിയാത്ത മനുഷ്യന്മാരുണ്ട്. ഞാൻ ഇന്റർവ്യൂർ ആണല്ലോ, എനിക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ്. പഞ്ചസാര എത്ര ഇടും? ഞങ്ങൾ 4 പേര്, നമ്മൾ 4 പേരുണ്ട്. 4 പേർക്കും പഞ്ചസാര ഇടണം. എത്രത്തോളം അളവിൽ പഞ്ചസാര ഇടും? 1 സ്പൂണ്, 2 സ്പൂണ്, 3 സ്പൂണ്, 4 സ്പൂണ്. 4 സ്പൂൺ അല്ല, 2 വെച്ചിടും. നല്ല മധുരം കണക്കിന് നമ്മള് ചായ വെക്കാൻ പറ്റും അല്ലേ? ഒരു ദിവസം കുടിക്കൂ ചായ, നാളെ കുടിക്കണം. ചായ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചായ കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മള് ഡെയിലി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഒരു വീട്ടിലേക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ എത്ര മാസം കത്തിക്കാൻ പറ്റും? അങ്ങനത്തെ കാര്യങ്ങളും വീട് അല്ല, ആ ആഹാരം പാകം ചെയ്യുന്നതനുസരിച്ച് 1 മാസം കൊണ്ട് ചിലപ്പോ തീർന്നു. അപ്പൊ അവരാണ് ഞങ്ങളോട് ഗ്യാസ് തരാൻ പോകുന്നു. ഗ്യാസ് തീർന്നാ എന്ത് ചെയ്യും? ഗ്യാസ് തീർന്നാ പുതിയ വാങ്ങിക്കണം. അടുപ്പുണ്ടെങ്കിൽ അടുപ്പ് നമ്മൾ ഊതി കത്തിക്കണോ? ലൈവിൽ എന്തോ എന്തോ പറ്റില്ലേ? കോയിന്റെ മൂലം പൊട്ടിത്തെറിച്ച് വെക്കാറിയോ? അത് അടുപ്പില് വെക്കാൻ കുരുമുളകെല്ലാം നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് പറ. കറികൾ എന്തെല്ലാം ഉണ്ടാക്കാം? ബേസിക് ആയിട്ട് നമുക്ക് ഡെയിലി സാമ്പാർ ഉണ്ടാക്കാൻ അറിയാമോ? പിന്നെന്താ അറിയാ? സാമ്പാർ ഇഷ്ടാത്ത കുഴപ്പമില്ലാത്ത ഇഷ്ടം പഠിക്കാല്ലേ സാമ്പാർ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നാളെ മുതൽ നീ വർക്ക് തുടങ്ങുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഉച്ചക്ക് രാത്രി ഫുഡ് കഴിക്കണം. അപ്പൊ നിനക്ക് സാധാ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാമെന്ന് ഞാൻ ചോദിക്കുന്നത്. കറികള് ഏതെല്ലാം കറികള്? മീൻകറി, ഇറച്ചിക്കറി, കോഴിക്കറി, ബീഫ് കറി. ഇതൊക്കെ കടയിൽ നിന്ന് മേടിക്കും. പറ. എല്ലാം ഉണ്ടാക്കും. അതെന്താ സാമ്പാർ ഉണ്ടാക്കാറ്? പരിപ്പറി ഉണ്ടാക്കാറ്? പിന്നെന്താ സാമ്പാർ? സാമ്പാർ എനിക്ക് അങ്ങനെ ഒരു പിടിയില്ല. ചേർക്കണല്ലോ കുറെ പൊടികൾ. നിങ്ങളെ ഏരിയയിൽ അധികം സാമ്പാർ അല്ല, പച്ചക്കറി വിഭവങ്ങൾ കുറവാണല്ലോ. എല്ലാം നെയ്ച്ചോറും ബീഫും അങ്ങനെ പച്ചക്കറി കൂടുതൽ. എല്ലാ ചായൻ കാര്യോടാ. അവിടെ കാര്യമായിട്ട് ഇന്റർവ്യൂ എടുക്കുമ്പോ അച്ചായൻ വെറുതെ വന്നിട്ട് ഇയാൾ പറയുന്നത് നോക്കട്ടെ. നീ ആന്നിട മാസം പറ, നീ പറ. എന്നിട്ട് വേറെന്താ നിന്റെ കഴിവുകള്? നല്ല കഴിവുകളും ഉണ്ടെന്ന് കേട്ട്. ജ്യൂസ് എന്തല്ലോ? ജ്യൂസ്, ഷേക്ക്, ഫലൂദ, ഫ്രൂട്ട് സാലഡ്, കോക്ടെയിൽ. നമ്മള് ജ്യൂസ് കുടിച്ച് ചാവും കേട്ടോ. കാര്യം പറയാം. കോക്ടെയിലൊക്കെ അറിയോ? കോക്ടെയിൽ കണ്ണൂർ കോക്ടെയിൽ. കണ്ണൂരത്തെ കോക്ടെയിൽ മറ്റേ നമ്മളെ ഇവനോട് ഇത് കഴിഞ്ഞിട്ട് ഇതുപോലൊക്കെ തന്നെ റിയാക്ഷൻ കാണിക്കണം. ആ മൈരം വന്നിട്ട് അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഗൈസ് ഇവരെ സെലക്ട് ചെയ്യാൻ പോയത്. ഓക്കെ, എടാ കണ്ണൂരിൽ ഇടം വരെ വന്നതെന്ന് ചെക്കനെ നിങ്ങൾ കുറച്ചെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം പറയാം. എടാ എത്രയോ ആൾക്കാരുണ്ട് നമ്മൾ ഒന്നിച്ച് ഗാങ്ങിൽ കയറാനും നമുക്ക് കുക്കായിട്ട് ഷെഫായിട്ട് വരാന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഇവനെ തന്നെ ഹയർ ചെയ്തെന്ന് അറിയോ? എന്തുകൊണ്ടായിരിക്കും? ചാറ്റ് പറ. അല്ല, വേറെ ആരും ആവാലോ. എന്തുകൊണ്ട് ഇവനെ തന്നെ ഹയർ ചെയ്ത്? നിങ്ങളല്ലേ ഇവനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞേ? ഇവൻ ഡിസ്കോഡില് ഓൺ വോയിസിൽ ജോലി ഇല്ല, ജോലി വേണമെന്ന് പറഞ്ഞ ഓരോ എഫേർട്ട് ഉണ്ട്. മനസ്സിലാ? ഇത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കണം. കാര്യം പറയാം, നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടാലേ നമ്മളെ തേടി ഓപ്പർച്യൂണിറ്റീസ് കേറി വരും. എന്തോ ഊമ്പാനുണ്ട്, എന്തോ ഊമ്പ്. ഇവ കൊറേ ഹോണ്ട് ചെയ്തായിരുന്നു എന്നെ. ശരിക്കും പറഞ്ഞാല് മെസ്സേജ് ആയിട്ടും നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞത് അതായത് ഇവൻ എന്നെ ഹോണ്ട് ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ആള് ഹോണ്ട് ചെയ്യണ പോലെയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവരാരെങ്കിലും ഒക്കെ എന്നെ ഫോൺ ചെയ്യുക, മെസ്സേജ് അയക്കുക ചെയ്താൽ കൃത്യമായിട്ടും അനുരാഗ് 45 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ചായനെ പിടിച്ചില്ല തോന്നുന്നു അവനെ. ഇല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. അപ്പൊ ഇവൻ എന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടിരുന്നു.
ഞാനിവനെ ഇൻസ്റ്റയിൽ ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ നമ്പർ കിട്ടാൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് വേറൊരു ഗ്രൂപ്പിൽ ചോദിച്ചു. ആ ഗ്രൂപ്പിൽ ആൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു ചെറുക്കൻ ചോദിക്കുമ്പോൾ ഞാൻ നമ്പർ കൊടുക്കണം. അവൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത നമ്പറല്ലേ, അതങ്ങനെ കിട്ടിക്കോട്ടെ എന്ന്. അതിനുശേഷം ഇവൻ ഞാനൊരു ഗ്രൂപ്പിൽ അഡ്മിൻ ആയിട്ടുള്ള ആ ഗ്രൂപ്പിൽ വന്ന് കയറി. അവിടെ തന്നെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിടാം, അത് നീ എന്ത് ചെയ്യാനാ വന്നെ, നിനക്ക് എന്താ വേണ്ടത്? അപ്പോൾ അവൻ സിനിമയിൽ അഭിനയിക്കും. അവൻ്റെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. സിനിമയിൽ അഭിനയിക്കണം, തൊപ്പിനെ കാണണം, യൂസഫ് അലിനെ കാണണം, മമ്മൂട്ടിനെ കാണണം, ദുൽഖറിനെ കാണണം. ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്ത് കൊടുക്കണം? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു പോലെ നീ വേറെ വഴിക്ക് വെക്കും. അങ്ങനെ അവിടുന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടു. ആ ഗ്രൂപ്പിൽ നിന്ന് വേറെ അവിടുത്തെ എന്തെല്ലാം പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവൻ അവൻ്റെതായ രീതിക്ക് അവൻ എഫേർട്ട് എടുത്ത് അവൻ ഇന്ന് റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ നമ്പറെ കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അവനെ വിളിക്കാൻ ചെന്ന് അവിടെ ചെന്ന് ഇവൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒളിച്ചും പാത്തുമ്പോൾ വണ്ടിക്കകത്ത് കയറി. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ നീ മറ്റവനല്ലേ ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ അവസാനം സമ്മതിക്കേണ്ടി വന്നു. എന്തായാലും അവൻ്റെ വീട്ടിലെ കാര്യങ്ങളും അവൻ്റെ ഉമ്മച്ചിയുടെ കാര്യങ്ങളും അനിയൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര ഹൃദയത്തിൽ ടച്ചായ സംഭവങ്ങളാണ്. ഞാൻ കുറേ രീതിയിൽ അവനെ പേടിപ്പിക്കാനൊക്കെ നോക്കി. അവൻ ശരിക്കും പേടിച്ചു. എന്നാലും ഞങ്ങളെല്ലാവരും നല്ല കമ്പനി ആയിട്ട് അവനെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അവൻ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എനിക്ക് പിടുത്തമില്ലായ്മയൊന്നുമില്ല. അവൻ കാണിച്ച കുറച്ച് ഈ കുസൃതിത്തരം ഉണ്ടല്ലോ, ഈ പ്രായത്തിന്റെ കുറച്ച് പക്വതയില്ലായ്മ, അങ്ങനെയാണ് ഞാൻ കമ്മിട്ട് വെച്ച് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. നിന്നെപ്പോലെ എനിക്ക് എല്ലാരും കാണാൻ പറ്റില്ലല്ലോ. നമ്മളെ ഗ്യാങ്ങിലുള്ള എല്ലാരും അവരെ ഞാൻ ഹാർട്ടി വെൽക്കം ചെയ്യാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യണം. ഇവന് വെള്ളം കിട്ടിയില്ല, ഇവന്റെ കാര്യങ്ങൾ നോക്കിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാലറി ഫിക്സ് ചെയ്യാം. സാലറി ചാറ്റ് പറ, എത്ര കൊടുക്കണം, എത്ര സാലറി കൊടുക്കണം, പറ എത്ര സാലറി വേണ്ട, ചാറ്റ് പറ. ഓക്കെ ചാറ്റ് 50K 50 പറയുന്നുണ്ട്. 50 പറഞ്ഞ മാക്കിന് ഈഗോ അടിക്കും. 50 അല്ല, കുറച്ച് 50 പറഞ്ഞ മാക്കിന് ഈഗോ അടിക്കും. 25 40 20 18 10 1800 പറഞ്ഞു. 1800 ആരോ ഹിന്ദിക്കാരൊക്കെ പോയ കഷ്ടം. 30K 30 25 40 30 ഓക്കെ 20 25 30 ഓക്കേടാ. 13 1 lakh. അത് ഡിപ്പെൻസ്. അത്രയും പൊളിയാന്ന് പറയണ അല്ലേ, അത്രയും പൊളിയാന്ന് വരുന്നുണ്ടെങ്കിൽ. പക്ഷെ അത്രയും മുകളിലേക്ക് എത്തണത്. അങ്ങനെ വേണമെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എത്തും. 50 50 20 10 20 15 25 ഇങ്ങനെ കിടക്കണം. നമുക്കൊരു ഓക്കെ, നമുക്ക് എന്തായാലും ട്രയൽ കഴിഞ്ഞിട്ട് സാലറി തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. ഒരു മാസത്തിന് ശേഷം നമ്മൾ അല്ല ഓക്കെ, ഫസ്റ്റ് ട്രയൽ പീരീഡ് നോക്കാം. ട്രയലിൽ എന്തായാലും എനിക്ക് സാലറിയിൽ ഉണ്ടാവും, നീ പേടിക്കണ്ട. പക്ഷെ ഒരു സാലറി നമ്മൾ ഫിക്സ് ചെയ്യുന്നില്ല. ഇപ്പം ആദ്യത്തെ ഒരു മാസം ട്രയൽ പീരീഡ് നമ്മൾ ഇന്നലെ ലൈവിൽ പറഞ്ഞ പോലെ ഇവൻ ഞാൻ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞു നമുക്കൊരു ട്രയൽ നോക്കാം. ഇവന് ഓക്കെ ആണെങ്കിൽ ഇവൻ എത്ര ആയിലേക്ക് വേണമെങ്കിൽ നമുക്ക് സാലറി കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ അത്ര ആയിലേക്ക് വേണമെങ്കിൽ പോവാം. ചിലപ്പോൾ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വരെ സാധ്യത ഉണ്ട്, നമുക്ക് അറിയില്ല. കാരണം ഇവനിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇവന് 18 വരെ ആയിട്ടുണ്ടോ നമുക്ക് സംശയമുണ്ട്, ഉറപ്പില്ല. അതായിരുന്നു പറയുന്നത്. ബാക്കി കാര്യങ്ങൾ നോക്കാം, എല്ലാം പിടിപ്പാന്നല്ലേ നോക്കണം. നിങ്ങൾ രണ്ടാളും വേണം നോക്കാൻ. എനിക്ക് സമയം ഉണ്ടാവില്ല മിക്കവാറും ടൈം. ഞാൻ അധികം ഗെയിമിലും അങ്ങനെ ഇങ്ങനെയല്ല ആയിരിക്കും. നിങ്ങൾ രണ്ടാളും നോക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് സാലറി ഫിക്സ് ചെയ്യാം. ഓക്കെ, അച്ഛൻ സിഗ്മ. എന്ത് സിഗ്മ? ഇയാള് സിഗ്മയാ? ഇയാളൊരു പെണ്ണ് സൈഡിൽ കൂടെ, പെൺപിള്ളേരെ നോക്കാത്ത ആൾക്കാരെയാണ് സിഗ്മ എന്ന് പറയാം. ഒരു പെണ്ണ് സൈഡിൽ കൂടി ഇങ്ങനെ പോയിട്ട് അതിന്റെ മണ അടിക്ക പോലും വേണ്ട. അച്ചായ സിഗ്മ. നീ ആള് സിഗ്മ നോക്കട്ടെ. നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഗേൾഫ്രണ്ട് ഇല്ല. സിഗ്മ അല്ല, ഒരു പെണ്ണിനെ ഇപ്പൊ നമ്മള് 4 ആൾക്കാർ ഒന്നിച്ചു പോകുന്നത്. ഒരു നമ്മള് സിഗ്നലിൽ നിൽക്കുമ്പോ ഒരു കുട്ടിരാൻ പോലത്തെ പെണ്ണ് നല്ല അങ്ങനല്ല. ഇമാജിൻ ഒരു പെണ്ണ് മുന്നിൽ കൂടെ പോകുന്നത്, നീ എന്ത് ചെയ്യും? എന്നിട്ട് അപ്പത്തിന് 2 ഫോൺ അടിക്കണം, ഹെഡ്ലൈറ്റ് ഇടണം, മനസ്സിലായ? എന്ത് ആരെ വിട്ടാറ്? നിന്റെ ഓളെ വിട്ടാറ്? എടാ നമ്മള് കൊച്ചിയിൽ അങ്ങനത്തെ സീനുകൾ നമ്മൾ നോക്കാം. കൊച്ചിയിലെ എല്ലാ പെണ്ണുങ്ങളും നമ്മളതാണ്.
അങ്ങനെ ചിന്തിക്കണം, മനസ്സിലാ? നമ്മൾ മലപ്പുറം കണ്ണൂരെല്ലാം ആണെങ്കിൽ അത് കുറച്ച് മനസ്സിലാ, അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട, ഇവിടെ എല്ലാ പെണ്ണുങ്ങളും നമ്മളത് അല്ലേ ചേട്ടാ? ഞാൻ പറയുന്നില്ല, കാര്യം സിഗ്മയാണ്. ഞാൻ സിഗ്മയാണ്. കുറച്ച് കട്ടൻ ചായ എടുത്ത ആളെ കുണ്ണൊക്കെ ഒഴിച്ചു കൊടുക്ക്. ഞാൻ ചൂടുള്ള കട്ടൻ ചായ ഇച്ചിരി ചൂടുവെള്ളം കട്ടൻ ചായ അനത്തി തരാനായിട്ട് ആരെങ്കിലും വേണോന്ന് പറഞ്ഞത് ഒരു സിഗ്മയ്ക്ക് അങ്ങനെയൊക്കെ ചൂടേ ഒരു സിഗ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാം. കൊച്ചു പയ്യനാണ് അവിടെ, കൊച്ചു പയ്യനല്ല ചെക്കന് മീശടാ. എത്രയും പെട്ടെന്ന് നീ മീശ എന്റെ മുഖം കണ്ടാ എനിക്ക് ജീവിതത്തിൽ ഒരു പൊടി മീശ പോലും വന്നില്ല. നീ തള്ളല്ല നീ. ഒരെണ്ണുണ്ട് സീല. അച്ചായന് ഈഗോ പ്രോബ്ലം. കാര്യം പറയാല എനക്കും തോന്നി, ഞാൻ പറയാണ്ട് അച്ചായന് ഈഗോ പ്രോബ്ലം ഉണ്ട് ചെക്കനോട്. ഒഴിവാക്ക തൊപ്പി പാവം ചെക്കൻ. ആടാ പാവം. ഇല്ല ഞാൻ സപ്പോർട്ടാ. അച്ചായന സംഭവം കുറച്ച് പേടിപ്പിക്കുന്ന പോലെ ഉള്ള ചെക്കനാ. കുക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ ഇന്റർവ്യൂ സെഷൻ മതിയായി. അങ്ങനെ പറഞ്ഞ അങ്ങനെ